നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഐതിഹ്യവും ചരിത്രവും അറിയാൻ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഈ ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ മൃത്യുവിജയിയായ പരമശിവനും ആദിപരാശക്തിയായ ശ്രീ പാർവതി ദേവിയുമാണ്. മഹാദേവനെ കിഴക്കു ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രനിർമ്മാണം നടത്തിയത് ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്താണെന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ്. എന്നാൽ മഹാദേവനേക്കാൾ ഭഗവതിക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ആദിപരാശക്തിയായ ഭഗവതി, സ്വയംവര പാർവതി, സതി, മഹാകാളി തുടങ്ങിയ ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ പാർവതീദേവിയുടെ തൃപ്പൂത്താറാട്ട് അതിപ്രസിദ്ധമാണ്. ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത്. തുടർന്ന് 12 ദിവസത്തെ ഭഗവതീ ദർശനം സർവ്വ ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സമയത്തെ വഴിപാട് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ്. ഇത്തരമൊരു വഴിപാട് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാൻ സാധിക്കില്ല. 108 ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ തന്നെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണെന്നാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. പരാശക്തിക്ക് തുല്യ പ്രാധാന്യം ഉള്ളതിനാൽ തന്നെ 108 ദുർഗാ ക്ഷേത്രങ്ങളിലും ചെങ്ങന്നൂർ ക്ഷേത്രം വരുന്നുണ്ട്. ഉപദേവതകളായി ദക്ഷിണാമൂർത്തി, ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ശ്രീകൃഷ്ണൻ, സ്ഥലീശൻ, ഗംഗാദേവി, നീലഗ്രീവൻ, ചണ്ഡികേശൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രധാന പ്രതിഷ്ഠകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്ത രീതിയിൽ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന 28 ദിവസത്തെ മഹോത്സവം, അതുപോലെ തന്നെ പ്രതിമാസ ഉത്രം നാളിലെ ഉത്രം തൊഴിൽ, നവകാഭിഷേകം, കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം, വിദ്യാരംഭം, കുംഭമാസത്തിലെ ശിവരാത്രി, ചിത്ര പൗർണമി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. മഹാദേവന് പ്രാധാന്യമുള്ള ഞായറാഴ്ച, തിങ്കളാഴ്ച, ഭഗവതി പ്രധാനമായ ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി തുടങ്ങിയ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ശബരിമല തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു മുഖ്യ ഇടത്താവളം കൂടിയാണ് ഈ ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എടുത്തു പറയത്തക്കതായ ഒരു പ്രധാന പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ദേവിയുടെ ആർത്തവകാലത്തെ ആഘോഷമാക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. ആർത്തവവും ക്ഷേത്രപ്രവേശനവും കേരളത്തിലെ തർക്കവിഷയമായിട്ട് നാളുകൾ കുറേയായെങ്കിലും പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ അബലയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അതേ സ്ത്രീ ശരീരത്തെ ശക്തിയായി ആരാധിക്കുന്ന കാമാഖ്യ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സുപരിചിതമായ ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. രജസ്വലയായ ദേവിയെ ആരാധിക്കുന്ന ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് വിശ്വാസികളെ അമ്പരപ്പിക്കുന്ന ക്ഷേത്രം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ഭദ്രകാളിക്ക് തൃപ്പൂത്ത് എന്നറിയപ്പെടുന്ന അപൂർവ ആർത്തവ ഉത്സവം ഈ ക്ഷേത്രം ആഘോഷിക്കുന്നു. ഈ സമയത്ത് ദേവന്റെ ക്രമരഹിതമായ ആർത്തവത്തിനായി ക്ഷേത്രം 3 ദിവസത്തേക്ക് അടച്ചിടുന്നു. താഴമൺ മഠം കുടുംബാംഗമാണ് താന്ത്രിക പൂജകൾക്ക് നേതൃത്വം നൽകുന്നത്. ചരിത്രവും ഐതിഹ്യ കഥകളും തമ്മിൽ തിരിച്ചറിയാനാവാത്തക്ക വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഐതിഹ്യങ്ങളോളം പഴക്കം പലയിടത്തും ക്ഷേത്ര ചരിത്രത്തിനില്ലെങ്കിലും വിശ്വാസങ്ങൾ അതിനും മേലെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.